നമസ്കാരം. കേരളത്തിൽ എക്കാലവും ഒരു പൊതുവിഷയമായി മാറിയിരിക്കുകയാണ് തെരുവ് നായ ശല്യം. നഗരസഭയുടെ പരാജയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഓരോ ദിവസവും തെരുവ് നായ്ക്കളുടെ ആക്രമണ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് കേരളത്തിൽ ജനങ്ങൾക്ക് മനസമാധാനത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. വീടുകളിൽ ഉടമസ്ഥർക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ വളർത്തു നായകൾ ഒരു തെരുവ് നായ എന്ന രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ഇവർ തന്നെ ഈ വളർത്തു നായകളെ കൊണ്ട് തെരുവിലേക്ക് വിടുന്നു. അങ്ങനെ ഈ തെരുവ് നായകളുടെ എണ്ണം ഇങ്ങനെ ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോൾ സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. കൂടാതെ വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഭക്ഷണങ്ങളടക്കം വലിയ രീതിയിൽ നായശല്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നായകളെ പിടിക്കാൻ നഗരസഭ താല്പര്യം കാണിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾ ഓരോയിടത്തും എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. കാരണം തെരുവ് നായകളെ കൊണ്ടുപോയി വന്ധ്യീകരണം ചെയ്യാൻ സർക്കാർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. കൂടാതെ വലിയ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സർക്കാരും നഗരസഭയും തെരുവ് നായകളെ പിടിക്കാനായിട്ട് ഇറങ്ങുന്നത്. നിലവിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന സമയത്താണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ കുരച്ചുകൊണ്ട് 3 തെരുവ് നായകൾ പാഞ്ഞ് അടുക്കുകയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. നായ്ക്കൾ കുരച്ചുകൊണ്ട് വന്നതോടെ പെൺകുട്ടി ബാഗും വലിച്ചെറിഞ്ഞ് ഓടുകയായിരുന്നു. അപ്പോൾ ഒരു നായ ബാഗ് കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നതും കൂടാതെ 2 നായ്ക്കൾ പെൺകുട്ടിയുടെ പിറകെ കുരച്ചുകൊണ്ട് പോകുന്നതും കാണാൻ സാധിക്കും. തെരുവ് നായ ശല്യം അതിരൂക്ഷമായി തുടരുന്ന കേരളത്തിൽ അടക്കം സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. നിലവിൽ സുപ്രീം കോടതി പറയുന്നത് വിഷബാധ ഉള്ളതും ആക്രമകാരികളുമായ നായ്ക്കളെ അഭയകേന്ദ്രങ്ങളിൽ തന്നെ താമസിപ്പിക്കണമെന്നാണ് ബെഞ്ച് നിർദ്ദേശം നൽകുന്നത്. തെരുവ് നായ്കൾക്ക് പൊതുവിടങ്ങളിൽ ഭക്ഷണം നൽകുന്നത് അനുവദനീയമല്ല എന്നും ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ മുനിസിപ്പൽ വാർഡുകളിൽ പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ABC പദ്ധതി അടക്കം തകർന്നിരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നിട്ടും സർക്കാരോ നഗരസഭയോ തെരുവ് നായ ശല്യം കുറയ്ക്കാനായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.